എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലയാണ്. ഈ വില്ല പ്രോജക്റ്റിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കരിമുകളാണ്. അപ്പോൾ ഈ സെയിം കമ്മ്യൂണിറ്റിയിൽ നമ്മൾ 2 വില്ലകളും മുൻപ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ തന്നെ ബ്ലോഗ്സ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ 2 വില്ലയും സെയിലായി പോയിട്ടുമുണ്ട്. അപ്പം അന്ന് തൊട്ട് നമുക്ക് വരുന്നൊരു എൻക്വയറിയാണ് ഈ കമ്മ്യൂണിറ്റിയിൽ ഏത് പ്രോപ്പർട്ടി വന്നാലും അറിയിക്കണം എന്നുള്ളത്. അപ്പോൾ ആ 2 വീടുകളെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബിൽഡറുടെ ലാസ്റ്റ് സെയിലായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്ന വീടെന്ന് പറയുന്നത് എൻ്റെ ക്ലയൻറ്റിൻ്റെ വീടാണ്. അതായത് ഇതൊരു റീസെയിൽ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ലൊക്കേഷനിൽ നിന്ന് തുടങ്ങാം. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ലൊക്കേഷൻ കരിമുകളാണ്. കരിമുകൾ ജംഗ്ഷനിൽ നിന്ന് 2 കിലോമീറ്ററാണ് നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് വരുന്നത്. ഇൻഫോ പാർക്കിൽ നിന്ന് 7.3 കിലോമീറ്റർ. കരിമുകൾ വൈറ്റ്ല ആ മെയിൻ റോഡിൽ നിന്ന് 1 കിലോമീറ്റർ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അടുത്ത് പറയാവുന്ന ഒരു ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് ഡോൺ ഇൻ്റർനാഷണൽ സ്കൂളാണ്. ഡോൺ ഇൻ്റർനാഷണൽ സ്കൂളിൽ നമുക്ക് 700 മീറ്റേഴ്സ് ആണ്. അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് നമുക്ക് 1 കിലോമീറ്റർ ഇൻസൈഡ് ആണ് ഈ ഒരു പ്രോപ്പർട്ടി. അപ്പോൾ നമുക്കിങ്ങനെ സ്വസ്ഥമായി ശാന്തമായൊക്കെ താമസിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഒത്തിരി തിരക്കിൽ താമസിക്കണം അല്ലെങ്കിൽ എനിക്ക് സിറ്റിയുടെ വളരെ അടുത്ത് താമസിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റുന്ന ഒരു പ്രോപ്പർട്ടി അല്ല. വളരെ ക്വയറ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ താമസിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ വീടുകളും ഒക്യുപ്പൈഡ് ആണ്. നമുക്ക് മെയിനായിട്ട് ആക്സസബിലിറ്റി പറയാൻ പറ്റുന്ന ഇൻഫോ പാർക്കിൻ്റെ ആക്സസബിലിറ്റിയാണ്, കാക്കനാടിൻ്റെ ആക്സസബിലിറ്റിയാണ്. റോഡെല്ലാം നല്ല വൈഡ് ആയതുകൊണ്ട് നമുക്കൊരു 10 മിനിറ്റ്സ് ഡ്രൈവാണ് നമുക്ക് ഇൻഫോ പാർക്കിലോട്ട് ആക്ച്വലി വരുന്നുള്ളൂ. അതാണ് ഇതിൻ്റെ ലൊക്കേഷൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇതൊരു റീസെയിൽ പ്രോപ്പർട്ടിയാണ്. 7.5 സെൻറ്റ് സ്ഥലമുണ്ട്. 2300 സ്ക്വയർ ഫീറ്റ് ആണ്. നമ്മുടെ മുൻപിട്ട വീടുകളെന്ന് പറയുന്നത് ഒരെണ്ണം 6.5 സെൻറ്റും ഒരെണ്ണം 5.5 സെൻറ്റും ആയിരുന്നു. അപ്പോൾ ഇത് നമുക്ക് 7.5 സെൻറ്റ് വരുന്നുണ്ട്. അതിൽ 2300 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ഹൗസാണ് നമുക്ക് ഈ ഒരു ഇന്ന് നമ്മൾ കാണിക്കുന്ന ഈ ഒരു വീടെന്ന് പറയുന്നത്. പിന്നെ ഒരു കമ്മ്യൂണിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മുൻപത്തെ വീഡിയോയിലൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതുകൊണ്ട് ഞാനിപ്പോൾ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. പക്ഷെ എന്നാലും ഈ ഒരു വീഡിയോ ആദ്യം കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. നമുക്കിതൊരു 1 ഏക്കർ 30 സെൻറ്റിലാണ് ഈ ഒരു ടോട്ടൽ പ്രോജക്റ്റ് വരുന്നത്. 16 വില്ലകളാണ് വരുന്നത്. അപ്പോൾ എൻ്റെ കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഇത് വാങ്ങി അങ്ങനെ അവിടെ ഇട്ടു, പിന്നെ യൂസ് ചെയ്തിട്ടില്ല ഈ ഒരു വില്ല. നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന ഈ ഒരു ഇപ്പോഴാണ് അത് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത് നമുക്ക് നമ്മുടെ കയ്യിൽ തന്നത് വീഡിയോ ചെയ്യാനായിട്ട്. അപ്പം അതിന് മുൻപ് അത് യൂസ് ചെയ്യുമോ ഒന്നും ഒരു ദിവസം പോലും അവരോട് വരുമോ താമസിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് അങ്ങനെ വാങ്ങിയിട്ടിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു യൂസ്ഡ് വില്ലയല്ല. പിന്നെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വാക്ക് ത്രൂ നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 1.30 CR ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കീ എന്ന് പറയുന്നത് എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. കാരണം ഇത് അദ്ദേഹം നമ്മളെ ഏൽപ്പിച്ച് പോയിരിക്കുന്നൊരു വില്ലയാണ്. അപ്പോൾ അതുകൊണ്ട് കാണാൻ ആഗ്രഹിക്കുന്നവർ നേരത്തെ ഒന്ന് വിളിച്ച് പറയുക. നമ്മൾ ബിൽഡറുടെ സെയിലാകുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എത്താൻ പറ്റില്ലെങ്കിൽ നമുക്ക് ആരെങ്കിലുമൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇത് റീസെയിൽ ആയതുകൊണ്ട് നിങ്ങൾ ഇത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ് ഇതിൻ്റെ ഈ പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ കൂട്ടി വിളിക്കുക. അപ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്യും. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ കാണുന്നതാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതൊരു 7 മീറ്റർ വൈഡ് റോഡാണ് ഇതിൻ്റെ മെയിൻ റോഡ് എന്ന് പറയുന്നത്. ഇൻറ്റേർണൽ റോഡുകളെല്ലാം 5 മീറ്റർ വൈഡ് റോഡ്സ് ആണ്. ഈ വീടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇത് 7.5 സെൻറ്റിൽ 2300 സ്ക്വയർ ഫീറ്റുള്ള ഒരു 3 BHK ഹൗസാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഏറ്റവും എനിക്കൊരു ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു കോർണർ വില്ലയാണ്. ഓക്കെ, അപ്പം കോർണർ പ്ലോട്ടുകൾക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ 2 സൈഡ് നമുക്ക് റോഡാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു ഓപ്പൺനെസ് ഉണ്ടായിരിക്കും. അതായത് നമുക്ക് തൊട്ടടുത്ത് വീട് വരാത്തത് കൊണ്ട് നല്ലൊരു നാച്ചുറലായിട്ടും അതൊക്കെ നമുക്ക് കുറച്ചും കൂടെ കൂടുതലായിരിക്കും ഈ ഒരു കോർണർ ഹൗസസിലാണ്. പിന്നെ ഇതൊരു ഈസ്റ്റ് ഫേസിങ് ഹൗസാണ്. അപ്പം അങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജസ് ഒക്കെ ഈ ഒരു നമ്മളിന്ന് കാണാൻ പോകുന്ന വീടിനുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ടോട്ടൽ എലിവേഷൻ എന്ന് പറയുന്നത്. നല്ല ഭംഗിയായിട്ടുള്ളൊരു എലിവേഷനാണ്. നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു മതിലിനോട് ചേർന്ന് 2 വലിയ കാറ് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ 7.5 സെൻറ്റ് ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു അട്രാക്ഷനാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറത്തൊക്കെ ഒന്ന് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ ഇവിടെ നമുക്കൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു കിണറുണ്ട്. പിന്നെ നല്ല ഏരിയ ഉണ്ട്. അവിടെയൊക്കെ പറ്റാവുന്ന ഏരിയയിലെല്ലാം അവർ ലാൻഡ്സ്കേപ്പിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതതിൻ്റെ ബാക്ക് സൈഡാണ്. ബാക്കിൽ നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട്. സോ ഇപ്പോൾ 2 സൈഡിലും അത്യാവശ്യം സ്പേസ് ഉണ്ട്, ബാക്കിലും നമുക്ക് അത്യാവശ്യം സ്പേസ് വരുന്നുണ്ട്. ഇത് മറ്റേ സൈഡാണ് വരുന്നത്. അതിൻ്റെ അപ്പുറത്താണ് നമുക്ക് ആ 5 മീറ്റർ വൈഡ്
റോഡ് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 7 മീറ്റർ റോഡ്സ് ഒന്നും സാധാരണ പ്രൊജക്ട്സിലൊന്നും ഞാൻ അധികം കണ്ടിട്ടില്ല. പക്ഷെ ഇവർ നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം. വീട്ടിലേക്ക് കയറുമ്പോൾ നമുക്കൊരു സിറ്റ് ഔട്ട്, ഇതിൻ്റെ മെയിൻ ഡോർ എന്ന് പറയുന്നത് ടീക്കാണ്. കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു വാൾ ടൈലൊക്കെ ചെയ്തൊരു നല്ലൊരു ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് എന്തെങ്കിലും പെയിൻറ്റിങ്സോ അങ്ങനെയൊക്കെ കുറച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വാതിൽ തുറക്കുമ്പോൾ ഭയങ്കര ഭംഗിയുള്ളൊരു ഏരിയ ആക്കാം. പിന്നെ ഇത് ലിവിങ് ഏരിയയിലാണ്. ലിവിങ്ങിലും ഡൈനിങ്ങിലും സാധാരണ നമ്മൾ വാൾപേപ്പേഴ്സാണ് എപ്പോഴും കാണുക. ഇവർ വാൾ ടൈൽസാണ് ചെയ്തിരിക്കുന്നത്, ഇമ്പോർട്ടഡ് വാൾ ടൈൽസാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ലിവിങ്, അതുപോലെ തന്നെ ഇതാണ് ഡൈനിങ് ഏരിയ. ഒരു എൽ ഷേപ്പാണ് ലിവിങ്ങും ഡൈനിങ്ങും വരുന്നത്. ഡൈനിങ്ങിൽ നമ്മളിവിടെ ഒരു വാഷിനുള്ള ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ ഒരു ഏരിയ വരുന്നത്. ഇവിടെയും നമ്മൾ ടൈൽസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു വീട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള LED ലൈറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി കിച്ചൺ കാണാം. കിച്ചൺ ആണല്ലോ ലേഡീസിന് മെയിനായിട്ട് അറിയേണ്ട ഒരു ഏരിയ. അപ്പോൾ കിച്ചൺ നോക്കാം. കിച്ചൺ ആണെങ്കിൽ അത്യാവശ്യം എല്ലാ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചണാണ് ഈ ഒരു വീടിന് വരുന്നത്. അവിടെ നിന്ന് നമുക്കൊരു വർക്ക് ഏരിയയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ വർക്ക് ഏരിയയിൽ നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് അതിന് സ്റ്റോറേജ് സ്പേസ് കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റോർ റൂം, അങ്ങനെ നമ്മളുടെ പല ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് ചേഞ്ച് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിനൊരു ടോയ്ലറ്റ് എന്ന് പറയുന്നത് നമ്മൾ പുറത്താണ് വരുന്നത് ഈ ഒരു വീടിൻ്റെ. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഡ്രൈവേഴ്സൊക്കെ വരാണെങ്കിലും വീടിൻ്റെ ഉള്ളിലൊന്നും കയറാതെ, അല്ലെങ്കിൽ സർവൻസിനൊക്കെ ആണെങ്കിലും ചില ആൾക്കാർക്ക് അങ്ങനെ വീടിൻ്റെ പുറത്ത് ടോയ്ലറ്റ് ഉള്ളത് വളരെ ഇഷ്ടമാണ്. അപ്പം അങ്ങനെ നമ്മൾ വീടിൻ്റെ പുറത്താണ് ഈ ഒരു വീടിൻ്റെ ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചണും പിന്നെ ഒരു വർക്ക് ഏരിയയും നമ്മൾ കണ്ടു. പുറത്തൊരു സർവൻ ടോയ്ലറ്റും കണ്ടു. ഓക്കെ, ഇനി ഡൈനിങ് ഏരിയയിൽ നിന്ന് നമ്മൾ ഈ ഒരു വാതിൽ തുറന്ന് പുറത്തിറങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ചെറിയൊരു കോർട്ട്യാർഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കോർട്ട്യാർഡ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഏരിയ ആയിട്ട് ഇതിനെ മാറ്റാം. ഇവിടെ ഒരു വാട്ടർ ബോഡി വിത്ത് കാസ്കേഡ് ഫൗണ്ടൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേർട്ടിക്കൽ ഗാർഡൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. ഇതിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ 10 mm ടഫ് ആൻഡ് ഗ്ലാസ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു മോർണിംഗ് കോഫിയൊക്കെ കഴിക്കാനും പേപ്പർ വായിക്കാനും ഒക്കെ വേണമെങ്കിൽ നമുക്ക് ആ ഒരു ഏരിയനെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് താഴെയുള്ള ബെഡ്റൂം കാണാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 3 ബെഡ്റൂമാണ്. ഇപ്പോൾ താഴെ നമുക്കൊരു ബെഡ്റൂം, മുകളിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. സോ ഇതാണ് താഴത്തെ ബെഡ്റൂം. ഇവരെ എല്ലാ ബെഡ്റൂംസിലും നിങ്ങൾ നോക്കിയാൽ കാണാം പല ടൈപ്പുള്ള വാൾ ടൈൽസ് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ എപ്പോഴും ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ കട്ടിലിടുമ്പോൾ എപ്പോഴും കൈയൊക്കെ തൊട്ട് എപ്പോഴും ഇങ്ങനെ ഒരു എന്താ പറയുക, നമുക്ക് ഒരുപാട് വൃത്തികേടാവുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഒരു വാൾ ടൈൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ടോയ്ലറ്റാണ്. 3 ബെഡ്റൂമും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നതാണ്. ഇതാണ് ഇതിൻ്റെ. അപ്പോൾ അവിടെ നമുക്ക് പാർട്ടീഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിങ്ങനെ ക്വാളിറ്റിയുടെ കാര്യം എടുത്ത് പറയുന്നില്ല, കാരണം എല്ലാം വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വീട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ബ്രാൻഡുകൾ ഞാൻ എടുത്ത് പ്രത്യേകിച്ച് പറയുന്നില്ല. നമ്മളത് കഴിഞ്ഞ് നേരെ കയറി വരുമ്പോൾ ഇവിടെ നല്ല വലിയൊരു അപ്പർ ലിവിങ് ഏരിയ ഉണ്ട്. അപ്പർ ലിവിങ് ഏരിയയിൽ നമ്മൾ താഴെ കണ്ട പോലെ തന്നെ മുകളിലും വാൾ ടൈൽസും കാര്യങ്ങളും എടുത്ത്, കാരണം വാൾ ടൈൽസ് എടുത്ത് പറയുന്നത് എന്താ വെച്ചാൽ സാധാരണ അങ്ങനെ പ്രൊജക്ട്സിൽ കണ്ടിട്ടില്ല. ഒന്നില്ലെങ്കിൽ ഒരു പ്ലെയിൻ ആയിട്ട് ഇടും, കൂടുതലും പ്ലെയിൻ ആയിട്ട് ഇടുന്നതാണ് കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. പിന്നെ അപ്പർ ലിവിങ്ങിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ നല്ലൊരു വലിയൊരു എന്താ പറയുക ടെറസ് ഏരിയ ഇവിടെ ഉണ്ട്. അപ്പം ഇങ്ങനെ കുറച്ച് മഴ പെയ്യുന്നൊരു സമയത്തൊക്കെയാണ് നമ്മുടെ ഷൂട്ടിങ്ങൊക്കെ നടന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഇങ്ങനെ മഴയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് പെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം. സോ ഇതാണ് ആ ഒരു ഏരിയ. നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. ഇങ്ങനെ നമുക്ക് ഇവിടുത്തെ ബെഡ്റൂംസ് കാണാം. അപ്പോൾ ഇത് 2ാമത്തെ ബെഡ്റൂമാണ്. അപ്പോൾ താഴെ നമ്മളൊരു ബെഡ്റൂം കണ്ടു. ഇത് നമുക്ക് മുകളിലെ ബെഡ്റൂംസാണ്. അതിലൊരു ബെഡ്റൂമാണ് ഈ കാണുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഇതിന് നമുക്ക് ആ ഒരു നമ്മുടെ ഈ കട്ടിലിൻ്റെ ഹെഡ് അത് വരുന്ന ഒരു ഏരിയയിൽ നമ്മളിവിടെയും വാൾ ടൈൽസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വാക്കിംഗ് വാർഡ്രോബ്സിനുള്ളൊരു സ്പേസ് അവിടെ വരുന്നുണ്ട്. പിന്നെ അതിന് നമ്മൾ താഴെ കണ്ടിരിക്കുന്ന പോലെ തന്നെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റാണ് ഇതിനും വരുന്നത്. പാർട്ടീഷനെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത്. ഓക്കെ, വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമ്മളിപ്പം ഈ ഒരു ഇതിൽ കണ്ടത്. ഇനി നമുക്ക് അടുത്ത ബെഡ്റൂം കാണാം. അപ്പം മുകളിലേക്ക് വരുമ്പോൾ നമ്മൾ അപ്പർ ലിവിങ് ഏരിയ കണ്ടു. പിന്നെ നമുക്ക് ഒരു മെയിൻ ബെഡ്റൂം കണ്ടു. ഇത് നമ്മൾ താഴെ കണ്ട പോലത്തെ ആ ഒരു സെയിം ഇതിലുള്ള ഒരു ബെഡ്റൂമാണ്. അപ്പോൾ എല്ലാ ബെഡ്റൂംസിലും വാൾ ടൈൽസ് ഒരേ കളറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഇതാണ് നമ്മൾ താഴെ കണ്ട പോലത്തെ തന്നെ ആ ഒരു സെയിം ലേഔട്ടിലുള്ള ഒരു ബെഡ്റൂമാണിത്. അതിൻ്റെ ടോയ്ലറ്റാണ്. പിന്നെ ടോയ്ലറ്റ്സിനും ഒരേ കളേഴ്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ ഒരു യുണീക്നെസ് തോന്നുന്നുണ്ട്. ഒരു വൈറ്റും ഒരു ഗ്രേ, ഒരു ബ്ലാക്ക് ഗ്രേ അങ്ങനത്തെ ഒരു തീമാണ് കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത്. വീടിനും ആ ഒരു തീം തന്നെയാണ് കൂടുതലും കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു എക്സ്റ്റേണൽ പെയിൻറ്റിങ്ങിലൊക്കെ. പിന്നെ നമുക്ക് മുകളിൽ തന്നെയുള്ളൊരു ഏരിയ ആണ് ഇത്. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്, മഴയൊന്നും പെയ്താലും കൊള്ളാത്ത രീതിയിൽ. അപ്പം ഇത് ശരിക്കും പറഞ്ഞൊരു ഓപ്പൺ ടെറസാണ്. അപ്പോൾ ഇവരിങ്ങനെ കവർ ചെയ്തിട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ വാഷിംഗ് മെഷീനൊക്കെ വെക്കാം, അതുപോലെ ഡ്രസ്സൊക്കെ അലക്കി അവിടെ തന്നെ അലക്കി ഇവിടെ തന്നെ ഉണക്കാനൊക്കെ ഇടാം. അല്ലെങ്കിൽ ഒരു യൂട്ടിലിറ്റി ഏരിയ ആയിട്ടൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം കൂടുതൽ വിശേഷങ്ങളും ഈ വീഡിയോ വീട് കാണാനായിട്ട് വിളിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്.